ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൃഷഭാസുര വധവും കേശി വധവും കേട്ടാലോ. ഒരിക്കൽ ദുർമതനായ അരിഷ്ടൻ എന്ന ഒരസുരൻ ഒരു പടുകൂറ്റൻ കാളയുടെ രൂപം ധരിച്ച് വ്രജത്തിലെത്തി പശുക്കളെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി. കാർമേഘം പോലെ കറുത്തിരുണ്ട അവൻ്റെ രൂപം കണ്ടാൽ ആരും ഭയപ്പെട്ടു പോകും. കൂർത്തുമൂർത്ത കൊമ്പുകളോടും തിളങ്ങുന്ന കണ്ണുകളോടും കത്തി പോലെ മൂർച്ചയുള്ള വലിയ കുളമ്പുകളോടും കൂടിയ അവൻ പശുക്കൂട്ടത്തിൽ വന്ന് അവയെ പല വിധത്തിലും ഉപദ്രവിക്കുവാൻ തുടങ്ങി. അവൻ ഗോഷ്ഠത്തിൽ പാഞ്ഞു കയറി പുളയില്ലാത്ത പശുക്കളെ രതിക്ക് പ്രേരിപ്പിച്ചു. പശുക്കളുടെ ഗർഭം സ്രവിപ്പിച്ചു. വ്രജത്തിലുള്ള മറ്റു കാളകളെ ഇടിച്ചു വീഴ്ത്തി. രതിക്ക് സമ്മതിക്കാത്ത പശുക്കളെ കൂർത്ത കൊമ്പുകൊണ്ട് ഉപദ്രവിച്ചു. അങ്ങനെ അവൻ വ്രജത്തിലുള്ള പശുക്കളെയെല്ലാം പേടിപ്പിച്ച് വലിയ സംഭ്രാന്തി ഉളവാക്കി. ഒരു ദിവസം അവൻ കഷ്ടകാലത്തിന് കേശവൻ്റെ മുമ്പിൽ ഗോഷ്ഠത്തിൽ വന്നു കയറി. മതമത്തനായ അവൻ പശുക്കളെയും കുട്ടികളെയും എല്ലാം പേടിപ്പിക്കുവാൻ തുടങ്ങി. കൃഷ്ണൻ കൈകൊട്ടി ആർത്ത് വൃഷഭരൂപത്തിൽ വന്നു നിൽക്കുന്ന അസുരൻ്റെ ശ്രദ്ധ തിരിക്കുവാൻ തുടങ്ങി. അവൻ ഉടനെ പശുക്കളെ വിട്ട് കൃഷ്ണനെ ചെന്നെതിർത്തു. ക്രുദ്ധനായി തൻ്റെ നേരെ പാഞ്ഞു വരുന്ന അവനെ കണ്ട് കൃഷ്ണൻ ഒരടി പോലും അനങ്ങിയില്ല. അവൻ അടുത്തു ചെന്ന് തൻ്റെ നിശിതങ്ങളായ കൊമ്പുകൾ കൊണ്ട് കൃഷ്ണൻ്റെ വയറ്റത്ത് കുത്തി. കൃഷ്ണൻ്റെ കഥ കഴിക്കാമെന്നാണ് ആലോചിച്ചത്. പക്ഷേ കൃഷ്ണൻ അടുത്തു വന്ന അവൻ്റെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവനെ എതിർത്തു. ശ്വാസം മുട്ടിയ അവൻ്റെ മൂക്കിൽ നിന്ന് പത ചാടി അവൻ തളർന്നു. കൃഷ്ണൻ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവനെ കൊല്ലുകയും ചെയ്തു. കൊമ്പൊടിഞ്ഞ് വായ്പിളർന്ന് കഴുത്ത് ഞെരിഞ്ഞ് ചത്തുകിടക്കുന്ന വൃഷഭാസുരനെ കണ്ട് എല്ലാവരും കൃഷ്ണനെ അഭിനന്ദിച്ചു. ആപത്തുകളെല്ലാം തീർത്ത് വീണ്ടും വ്രജത്തെ രക്ഷിക്കുന്ന കൃഷ്ണനെ എല്ലാവരും ഉപാസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കംസൻ മഹാവിക്രമയും തൻ്റെ വിശ്വസ്ത അനുചരനുമായ കേശിയെ വിളിച്ച് ഉടനെ തന്നെ വൃന്ദാവനത്തിൽ പോയി കൃഷ്ണനെ കൊന്നുവരുവാൻ ആജ്ഞാപിച്ചു. കേശി വൃന്ദാവനത്തിനടുത്തുള്ള ഒരു വനത്തിലാണ് താമസിച്ചിരുന്നത്. അവനൊരു കുതിരയുടെ രൂപം ധരിച്ച് മനുഷ്യർക്കും മൃഗങ്ങൾക്കും വലിയ ഉപദ്രവങ്ങൾ ചെയ്തിരുന്നു. അവനെ പേടിച്ച് ആ പ്രദേശത്തേക്ക് തന്നെ ആരും പോയിരുന്നില്ല. കംസന്റെ കൽപ്പന കേട്ട് അവൻ ഭയങ്കരമായ ഒരു അശ്വത്തിൻ്റെ രൂപം ധരിച്ച് വൃന്ദാവനത്തിലെത്തി ഗോപന്മാരെയും പശുക്കളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. കാലിട്ടടിച്ചു മരങ്ങളെയെല്ലാം ചവിട്ടി വീഴ്ത്തി. മണ്ണിൽ നിന്ന് പുറപ്പെടുന്ന പൊടി കൊണ്ട് വൃന്ദാവനമെല്ലാം അരുണവർണ്ണമായി തീർന്നു. ഗോപന്മാരെല്ലാം ദാരുണമായ ഹയത്തിൻ്റെ പ്രവർത്തികൾ കണ്ടു പേടിച്ച് കണ്ണൻ്റെ അടുത്ത് ഓടിയെത്തി. അവർ കൃഷ്ണനോട് പറഞ്ഞു, ഉണ്ണികൃഷ്ണ, നീ ദുഷ്ടമൃഗത്തോട് പെട്ടെന്ന് അടുക്കരുത്. കംസൻ്റെ അനുചരനായ ഇവൻ മഹാക്രൂരനും പാപിയുമാണ്. നല്ല കരുതലോടു കൂടി വേണം അവൻ്റെ അടുത്തു ചെല്ലുവാൻ. ഇങ്ങനെയെല്ലാം മുന്നറിയിപ്പ് നൽകിയെങ്കിലും കൃഷ്ണൻ യാതൊരു ഭയവും കൂടാതെ അവനോടെതിരിട്ടു. കൃഷ്ണനെ അടുത്ത് കണ്ടപ്പോൾ കേശിയുടെ കോപം ഒന്നുകൂടി വർദ്ധിച്ചു. അവൻ അടുത്തു ചെന്ന് കൃഷ്ണനെ പിൻകാലുകൾ കൊണ്ട് ആക്രമിച്ചു. വാസുദേവൻ ഒഴിഞ്ഞുമാറി. കേശിക്ക് കോപം വർദ്ധിച്ചു. അവൻ കൃഷ്ണൻ്റെ മുമ്പിൽ വന്ന് കൃഷ്ണനെ കടിക്കുവാൻ ആരംഭിച്ചു. കണ്ണനാകട്ടെ തൻ്റെ വലത്തെ കൈ കുതിരയുടെ വായിൽ കടത്തി. കേശിക്ക് ആ കൈയിനെ കടിച്ചു മുറിക്കുവാനോ അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ സാധിച്ചില്ല. കൃഷ്ണനാകട്ടെ കൈ വലുതാക്കി. കുതിരയ്ക്ക് ശ്വാസം വിടാൻ പോലും വയ്യാതായി. അവൻ പരാക്രമം കാണിച്ച് ചുറ്റും കിടന്ന് ചക്രം തിരിയുവാൻ തുടങ്ങി. മലമൂത്രങ്ങൾ വിസർജിച്ചു. രോമകൂപങ്ങളിൽ വിയർപ്പ് പൊടിഞ്ഞു. പല്ലുകളെല്ലാം പൊട്ടി അവൻ ചോര ഛർദ്ദിച്ചു. കൃഷ്ണൻ തൻ്റെ കൈകൊണ്ട് കേശിയുടെ ദേഹം രണ്ടായി പിളർത്തി. ഭയങ്കരമായ കുതിര രൂപം ധരിച്ച കേശി ചത്തുകിടക്കുന്നത് കണ്ട് ഗോപന്മാരെല്ലാം വളരെ സന്തോഷിച്ചു. ഗോപന്മാർ പറഞ്ഞു, ഉണ്ണികൃഷ്ണ, നിന്റെ കർമ്മം അത്യാശ്ചര്യം തന്നെ. ആ ലോക കണ്ടകനെ വധിച്ച് വൃന്ദാവനത്തിനെല്ലാം ക്ഷേമം വരുത്തി. ഞങ്ങളുടെ ആപത്തുകളെല്ലാം പരിഹരിക്കുവാൻ നീ തന്നെയാണ് ശക്തൻ. ഞങ്ങളെല്ലാം നിന്നെ ശരണം പ്രാപിക്കുന്നു. നീ തന്നെ ഞങ്ങളുടെ രക്ഷകൻ. ഉടനെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന നാരദനും കൃഷ്ണനെ വാഴ്ത്തി പറഞ്ഞു, കൃഷ്ണ, ഇന്ന് നീ ദേവന്മാരെയെല്ലാം രക്ഷിച്ചിരിക്കുന്നു. കേശിയുടെ ഉപദ്രവം കൊണ്ട് ദേവന്മാരെല്ലാം പേടിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ രണം ആകാശത്തു നിന്ന് കാണുകയായിരുന്നു. കേശിയെ കൊന്നതുകൊണ്ട് ഇനി മേലിൽ ഭവാൻ കേശവൻ എന്ന പേരിലും അറിയപ്പെടും. ഭവാനെ സ്വസ്തി. ഞാനിതാ സന്തോഷത്തോടെ പോകുന്നു. ഇനിയും പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. കംസനെ കൊന്നുകഴിഞ്ഞാൽ ഭവാൻ സ്വസ്ഥാനത്തെത്തും. അധികം താമസിയാതെ മഹാഭാരത യുദ്ധം നടക്കും.
പാണ്ഡവന്മാർ ഭവാനെ ആശ്രയിക്കും. പല രാജാക്കന്മാരും വിണ്ണേറുവാൻ കാത്തു നിൽക്കുന്നുണ്ട്. അതിനെല്ലാം പ്രഭു അങ്ങ് തയ്യാറായിരിക്കണം. മണ്ണിലും വിണ്ണിലും വാഴുന്നവർക്കെല്ലാം അഭയം നൽകുവാനാണല്ലോ അങ്ങ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് നാരദൻ സ്വർഗത്തിലേക്ക് ഉയർന്നുപോയി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.